അപ്പോൾ ഗൈസ് ഞാൻ ഇപ്പോൾ പോകുന്നത് വെച്ചാൽ നമ്മുടെ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്ത് ഓൾറെഡി നമ്മുടെ ചാനലിൻ്റെ കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പം ഇനിയുള്ളതെന്ന് നമ്മുടെ ഹെൽമെറ്റിലുള്ള ഈ പേരും കാര്യങ്ങളൊക്കെ ഒന്ന് അടിക്കാനുണ്ട്. സോ നമ്മുടെ ഇരിക്കാനുണ്ട്, പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അടിക്കാനുണ്ട്, പിന്നെ വണ്ടിയിൽ അടിക്കാനുണ്ട്. ഇതെല്ലാം അടിച്ചിട്ട് നമുക്ക് വണ്ടി കാണാം. ഓക്കെ, ഔട്ടർ ലുക്കിൽ ഇതാണ്. ഇപ്പം ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇത് നമ്മുടെ ഇൻസ്റ്റയുടെ ഐ ഡി കിടപ്പുണ്ട്. സോ ഇനിയുള്ളത് നമ്മുടെ യൂട്യൂബിൻ്റെ ഐ ഡി അടിക്കാനുണ്ട്. സോ അതാണ് ഞാൻ അടിക്കാനുള്ളത്. അത് ഫ്രണ്ടിലോട്ട് അടിക്കണം. അപ്പം അതെല്ലാം അടിച്ചിട്ട് നമുക്ക് കാണാം. അപ്പം ഞാനാണെങ്കിൽ ഓടിപ്പടച്ച് പോയിട്ടാണെങ്കിൽ ഞങ്ങൾ അടുത്തുള്ള ഒരു കടയിൽ പോയി ചെയ്യാൻ വെച്ചപ്പോഴേക്കും അവിടെ ആണെങ്കിൽ ഭയങ്കര തിരക്കാണ്. അപ്പം നേരെ വെച്ച് പിടിച്ചിനും നേരെ ഇനി വീട്ടിലോട്ട് പോവാണ്. വീട്ടിലോട്ട് പോയിട്ട് വൈഫിനെയും കൊണ്ട് ഇനിയും നേരെ എരുമേലിക്ക് വിടുവാണ്. എരുമേലിൽ നമുക്കറിയാവുന്ന ഒരു കടയുണ്ട്, അപ്പോൾ അങ്ങോട്ട് നമ്മൾ വിടുവാണ്. അപ്പോൾ ഞങ്ങളാണിത് വെച്ച് പിടിച്ച് കണ്ട് എരുമേലിക്ക് പോവാണ്. കൂടെ വൈഫും ഉണ്ട്. വൈഫ് പുറകിലാണെങ്കിൽ ഫോണെ കിടന്ന് ഭയങ്കര കളിയാണ്. അപ്പം നമ്മൾ നേരെ എരുമേലിക്ക് വെച്ച് പിടിക്കുവാണ്. അവിടെ ചെല്ലുമ്പോൾ തിരക്കാണെങ്കിൽ ആകപ്പെടപ്പെടും. അപ്പം നേരെ ഞങ്ങൾ എരുമേലിക്ക് വെച്ച് പിടിക്കുവാണ്. സോ ആക്ച്വലി പറയുകയാണെങ്കിൽ തന്നെ എൻ്റെ സ്ഥലം എന്ന് പറഞ്ഞാൽ എരുമേലിലാണ്. എരുമേലിൽ കറക്റ്റ് എനിക്ക് എളുപ്പത്തിന് പറയുകയാണെങ്കിൽ പെരുന്നെല്ലി എന്ന് പറയും. അവിടെയാണ് എൻ്റെ സ്ഥലം. അപ്പം ഇവിടെ ഇപ്പോൾ ജോലി ഇവിടെ ആയതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ തന്നെ നിൽക്കുന്നത്. അല്ലെങ്കിൽ പൂക്കോല ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക്. അതുകൊണ്ട് ഇവിടെ തന്നെ നിൽക്കുന്നത് അതുകൊണ്ടാണ്. അപ്പം അങ്ങനെയാണ്. ഇനി അവിടെ ചെന്നിട്ട് നമുക്ക് നോക്കാം. കാരണം നമുക്ക് ആകാശം തന്നെ കാണും. എൻ്റെ സ്ഥലേ പൊളിയായിട്ട്. അപ്പോൾ നമുക്കിനി അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. അപ്പോൾ ഫൈനലി ഞങ്ങൾ വന്നതുണ്ട്. പേരൊക്കെ അടിച്ചു, കാര്യങ്ങളൊക്കെ ചെയ്ത് അതിനിപ്പോൾ ഒട്ടിക്കലാണ് ഇനി അടുത്ത് ചേർന്നത്. ഇപ്പം നിങ്ങൾക്ക് കണ്ടല്ലോ, ഒട്ടിക്കേക്കുന്നുണ്ടല്ലോ. കൊള്ളാമല്ലോ തോന്നുന്നു. അപ്പോൾ ഈ സ്ഥലം നിങ്ങൾക്ക് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഗസ് ചെയ്യാമോ? കാരണം എരുമേലി തന്നെയാണ്. ഇത് ആരെങ്കിലും ഈ സ്ഥലം അറിയാമെങ്കിൽ നിങ്ങളൊന്ന് ഗസ് ചെയ്യേ. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും അറിയാമെങ്കിൽ. സോ ഞങ്ങൾ അതും കഴിഞ്ഞിട്ട് ഞങ്ങളുടെ സ്വന്തം നാട്ടിൽ വന്നിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് അറിയാമല്ലോ, ഇതാണ് പെരുന്തേനരുവി. മീൻസ് പെരുന്തേനരുവി എന്ന് പറഞ്ഞാൽ തന്നെ പോരാ, മറന്ന കിണറെന്ന് പറയാം. അത്രയ്ക്കും ഡേഞ്ചറാണ് ഇവൻ. കാണുന്ന പോലെ ഉണ്ടെന്നേ ഉള്ളൂ, പാവമെന്നൊക്കെ വിചാരിക്കും. പക്ഷേ ഇവൻ കൊറ്റവാളിയാണ്. ഇത് ഞങ്ങളുടെ പെരുന്തേനരുവിയാണ്. കാണിച്ചു തരാം. ഉണ്ടാവും, അത്യാവശ്യം നല്ലൊരു വ്യൂ പോയിൻ്റാണ്. പക്ഷേ ഒരുപാട് അപകടങ്ങൾ നിറഞ്ഞിരിക്കുന്ന ഒരു സ്ഥലവും കൂടാണ്. ഐഫോൺ കൊണ്ട് പറയുകയാണ്, നല്ല രീതിയിൽ അപകടമുണ്ട്. എന്ന് പറഞ്ഞ ഒരു ചുഴിയാണ്. ഈ പാല് പോലെ ഒഴുകി വരുന്നതൊന്നും വിചാരിക്കണ്ട. വെറും അപകടകാരി എന്ന് പറഞ്ഞാൽ നല്ല കൊടും അപകടകാരിയാണ്. പോയവരുടെ ഒന്ന് തല പോലും നേരെ അവനെ കിട്ടാതെ വെച്ച സംഭവങ്ങളൊക്കെ ഉണ്ട്. കിടുക്കൻ സ്പോട്ടുമാണ്. എന്നാൽ നല്ല കാര്യമുണ്ടൊക്കെ നല്ല വ്യൂവും കൂടാണ്. ഇതിൻ്റെ താഴ്വശം തന്നെ അത്യാവശ്യം നല്ല വ്യൂ ആണ്. അതിൻ്റെ ബാക്ക് സൈഡിലാണ് നമ്മുടെ, ഇപ്പം നിങ്ങൾക്കത് കാണാതിരിക്കും, അതാണ് നമ്മുടെ കറണ്ടിൻ്റെ വൈദ്യുതിയുടെ ഉൽപ്പാദനമൊക്കെ നടക്കുന്നതൊക്കെ ആ വശത്താണ്. പിന്നെ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ നിൽക്കുന്നത്. എന്നാ തോന്നുന്നടി, ഇവിടെ ഒരുത്തിയാണെങ്കിൽ എൻ്റെ കെട്ടിയോളാണ്. ഇവിടെ ഒരുത്തി ഭയങ്കര തീറ്റിയാണ്. തീറ്റി എന്ന് പറഞ്ഞാൽ അപാര തീറ്റിയാണ്. ഒരു മഴ തീറ്റി.
ഹലോ ഭയങ്കര തീറ്റ എന്ന് പറഞ്ഞ ഒരു രക്ഷയില്ലാത്ത തീറ്റയാണ്. 24 hours ഇത് തന്നെയാണ് പണി. നല്ല വ്യൂ പോയിന്റുമാണ്, എന്നാലും ഇച്ചിരി ഡേഞ്ചറാണ്. കാരണം വെച്ചാൽ അനുഭവം കൊണ്ട് പറയുന്നതാണ്, നല്ലൊരു ഡേഞ്ചറായിട്ടുള്ള സ്ഥലമാണ് അരുവി. പെരുന്നേരി അത്യാവശ്യം നല്ല ഡേഞ്ചറാണ്, നമ്മൾ വിചാരിക്കുന്നേക്കാളൊക്കെ ഭയങ്കര ഡേഞ്ചറാണ് പെരുന്നേരി. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം നല്ല കിടക്കാച്ചി വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അതുവരെ ഇസ്മൈ സൈനിങ് ഔട്ട്.